Welcome to Rajasthan, guys. ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ 55ാമത്തെ ദിവസമാണ് ഇത്. ഇപ്പോൾ നമ്മളുള്ളത് രാജസ്ഥാനിലാണ്. നമ്മൾ നാട്ടിൽ നിന്നും ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കിഡിലൻ പ്ലേസാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. ലോട്ട് ഓഫ് ബ്യൂട്ടി, ഒരുപാട് കൾച്ചർ, അതുപോലെ തന്നെ കൂറ്റൻ ഫോർട്ടും പാലസും എല്ലാം കൂടിച്ചേർന്ന ഒന്നാണ് രാജസ്ഥാൻ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അവർ ഓരോ ജില്ലക്കും കൊടുത്തിട്ടുള്ള കളർ കോർഡിനേഷനാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉദയ്പൂറാണ്. ഉദയ്പൂരിൽ ഫുള്ളി വൈറ്റ് ആണ്, ബിൽഡിങ്ങും പാലസും എല്ലാം തന്നെ വൈറ്റ് കളറാണ്. ആൻഡ് അതേപോലെ തന്നെ ജയ്സൽമേർ ദ ഗോൾഡൻ സിറ്റി, അതേപോലെ തന്നെ ജോധ്പൂർ ഉണ്ട് ദ ബ്ലൂ സിറ്റി, ആൻഡ് ജയ്പൂർ ദ പിങ്ക് സിറ്റി. അതേപോലെ പുഷ്കറും പിന്നെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത അജ്മീറിലെ ഒരു കിടിലൻ സ്ഥലവും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. സോ ഗൈസ്, നമ്മൾ നാട്ടിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആളെ കാണിച്ചു തരാം. പേര് ബാസിത് എന്നാണ് കേട്ടോ. നമ്മുടെ സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്, അടുത്ത നാട്ടിൽ ഇരുന്ന ആൾ ഒറ്റക്കാണ്. ഒറ്റയ്ക്ക് നാട്ടിൽ നിന്ന് ട്രെയിനിങ് കയറി വന്ന് ഫുള്ള് ഫ്രീ മാനായിട്ട് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാസി, അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അജ്മീർ. പിന്നെ അവിടുന്ന് വേറെ ആരെങ്കിലും കിട്ടും, ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ ആൾക്കാരെ കിട്ടും. ബസ്സൊന്നുമില്ല. ഓക്കെ, ഫൈൻ. मीरा को राजस्थान कुछ ऐसा दिखा. ജയ്സൽമേർ ഫോർട്ട് ഇന്ത്യയിലെന്ന് മാത്രമല്ല ലോകത്ത് തന്നെ വളരെ ചുരുക്കം ലിവിങ് ഫോർട്ടിലെ ഒന്നാണ് ജയ്സൽമേർ ഫോർട്ട്. വേൾഡ് യുനെസ്കോയിലൊക്കെ പേര് നേടിയിട്ടുള്ള ഒരു ഫോർട്ടാണിത്. ഇവിടെ ഇപ്പോഴും ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 800 വർഷത്തോളം പഴക്കമുള്ള ഒരു ഫോർട്ടാണിത്. അതേ ഒരു സിസ്റ്റമാണ് ഇവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്കെ അവരുടെ ഫാദേഴ്സൊക്കെ ഇവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇപ്പോഴും അവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ആൻഡ് ഇവിടെ ജയ്സൽമേർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. 800 വർഷങ്ങൾക്ക് മുമ്പ് ജയ്സൽ രാജാവ് പണി കഴിപ്പിച്ച ഒരു ഫോർട്ടാണിത്. പിന്നെ ഇവിടെ കാണേണ്ട ഒരു സ്ഥലമാണ് ഗഡി സാഗർ ലേക്ക് എന്ന് പറയുന്നത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ലേക്കാണിത്. ഇവിടെ എനിക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ കാണുന്നതാണ് കാബ ഫോർട്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അബാൻഡൻ വില്ലേജ്. ഇപ്പോൾ ഈ കാണുന്ന ഒരുപാട് പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ പണ്ട് സിവിലൈസേഷനൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയി. അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളും റൂളേഴ്സിനായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം അവരെല്ലാം തന്നെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയി. ഇവിടെ ആരും അധികം ഇപ്പോൾ താമസിക്കുന്നില്ല. ആകെ ഒരു പ്രീസ്റ്റ് മാത്രമേ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നുള്ളൂ. രാത്രി 6 മണിയൊക്കെ കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരാറില്ല. ഒരുപാട് മിത്തൊക്കെ ഉള്ള ഒരു പ്ലേസാണിത്. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ ഡെസേർട്ട് സഫാരിയും അതുപോലെ തന്നെ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നത്.
ഈ അബാൻഡൻ വില്ലേജിലെ ആൾക്കാർ അവിടെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇതുപോലെ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് എല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഈ കാണുന്നൊരു വരെ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രം പോലത്തെ ഒരു സിസ്റ്റമാണ് കേട്ടോ. ഫുള്ളി സാൻഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ഒന്നാണ്. ചെറിയൊരു അടപ്പും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള ചെറിയൊരു മെക്കാനിസം ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവർ യൂസ് ചെയ്തിരുന്ന കിണർ. അധികം ഈ സ്ഥലത്തൊക്കെ സ്റ്റെപ്പ് വെല്ലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ നമ്മൾ ഗുജറാത്ത് കണ്ടതുപോലെയല്ല, ഇത് കുറച്ച് ചെറിയൊരു സ്റ്റെപ്പ് വെല്ലാണ്. ജോധ്പൂർ, ദ ബ്ലൂ സിറ്റി ഓഫ് ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജസ്ഥാനിലെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് അവരോരോ ഡിസ്ട്രിക്റ്റിന് കൊടുത്തിട്ടുള്ള ഈ ഒരു കളർ കോർഡിനേഷനാണ്. ആൻഡ് ഇവിടുത്തെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. എല്ലാ ബിൽഡിങ്ങും ഫുള്ളി ഒരു ബ്ലൂ കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര രസമാണ് കാണാൻ. ആൻഡ് ഇവിടുത്തെ ഏറ്റവും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒന്നാണ് മെഹർഗാഡ് ഫോർട്ട് എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു ഫോർട്ട്. ഇത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു ഫോർട്ടാണ്. 200 രൂപയോളം നിങ്ങൾക്ക് ഒരു എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ തന്നെ രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കാണാനുള്ളത് ഈ ഒരു ഫോർട്ടിലുണ്ട്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഫോർട്ടാണ്. 1200 ഏക്കറിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു ഫോർട്ടാണിത്. പണ്ടത്തെ റൂളർ റാവു ജോലിയാണ് ഈ ജോധ്പൂരിലെ ഈ ഒരു ഫോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ജയ്പൂർ, ദ പിങ്ക് സിറ്റി. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഹവാ മഹൽ, ജൽമഹൽ, ജന്തർ മന്ദിർ ഇതെല്ലാം തന്നെ വരുന്നത് ഈ ഒരു സിറ്റിയിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് എല്ലാ ബിൽഡിങ്ങിനും നിങ്ങൾക്കൊരു പിങ്കിഷ് റെഡ് കളറാണ് കാണാൻ പറ്റുക. ആൻഡ് ഇവിടുത്തെ ഹവാ മഹലിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്ത് തന്നെ ഫൗണ്ടേഷൻ ഇല്ലാത്ത ബിൽഡിങ്ങാണ്. യുനെസ്കോയിലൊക്കെ പേര് വന്നൊരു ബിൽഡിങ്ങാണ് കേട്ടോ ഹവാ മഹൽ എന്ന് പറയുന്നത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ആസ്ട്രോണമി അതുപോലെ തന്നെ സ്പേസ് സയൻറ്റിഫിക് ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. കാരണം ഇവിടെ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ആൻഡ് ഇവിടുത്തെ ഒരു ഫോർട്ട് ഉണ്ട്, നഹർഗാഡ് ഫോർട്ട് എന്ന് പറയും. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറ്റയർ ജയ്പൂർ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അടിപൊളിയാണ്. നൈറ്റ് വ്യൂ അടിപൊളിയാണ്, അതുപോലെ തന്നെ ഡേ വ്യൂ അടിപൊളിയായിട്ടുള്ള ഒന്നാണ്. രാജസ്ഥാനിൽ അധികവും ഉള്ളത് ഒരുപാട് ഫോർട്ടുകളും പാലസുകളും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ രാജസ്ഥാൻ ഒരു റോയലാക്കി മാറ്റുന്നത്. ആൻഡ് എല്ലാ പാലസിനും എല്ലാ ഫോർട്ടിനും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഏറ്റവും ഒരു അത്ഭുതകരമായി തോന്നുന്നത് വെച്ചാൽ ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഇത്രയും അടിപൊളിയായിട്ട് ഈ ബിൽഡിംഗ് ഒക്കെ ആർക്കിടെക്ചർ ചെയ്തു എന്നുള്ളതാണ്. ഇത് ഇവിടുത്തെ ഒരു ബിരിയാണി കടയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഓരോ പ്ലേറ്റിന് അല്ലെങ്കിൽ ഒരു ഫുള്ള് ഹാഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി കിട്ടാറുള്ളത്. ഇവിടെ തൂക്കിയിട്ടാണ് ബിരിയാണി കൊടുക്കുന്നത്. 150 ഗ്രാമിന് 30 രൂപ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഒരു ബിരിയാണി എല്ലാം തന്നെ സെർവ് ചെയ്യണത്. ആൻഡ് ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് ഈ ലസ്സി വാല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ്. ഇവിടുത്തെ ലസ്സി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അടിപൊളിയായിട്ടുള്ള ലസ്സിയാണ്. രാജസ്ഥാനിൽ അധികം ആരും കാണാത്തൊരു അടിപൊളി വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. രാജസ്ഥാനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്
രാജസ്ഥാനിലെ മാർബിൾസ് എന്ന് പറയും. ഈ മാർബിൾസ് എല്ലാം തന്നെ കട്ട് ചെയ്തതിൻ്റെ സ്ലറി, അതായത് വേസ്റ്റ് എല്ലാം തന്നെ ഡംപ് ചെയ്ത ഒരു യാർഡാണിത്. ഇത് പിന്നീട് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ അടിപൊളിയായി ഒരു ബ്യൂട്ടിയായി മാറിയതാണ്. ഒരു കിടിലൻ സ്ഥലമാണ്, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒന്നാണ്. സോ ഗായ്സ്, നിങ്ങൾക്ക് രാജസ്ഥാനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.